ക്രിസ്മസ് പരീക്ഷാ ചോദ്യക്കടലാസ് ചോർന്നതിൽ MS സൊല്യൂഷനിലെ 2 അധ്യാപകർക്ക് വീണ്ടും നോട്ടീസ്. ക്രൈംബ്രാഞ്ചാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. ഫഹദ്, ജിഷ്ണു എന്നീ അധ്യാപകർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, MS സൊല്യൂഷൻസ് ഉടമയും സിഇഒയുമായിട്ടുള്ള ഷുഹൈബിന് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ. അതിനുശേഷമാണ് ഇപ്പോൾ കൂടുതൽ അധ്യാപകർക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? എന്ന് ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? അതുല്യ, ഈ MS സൊല്യൂഷൻ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ഷുഹൈബിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കം പലതവണ നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. തുടർന്ന് 2 അധ്യാപകർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയെങ്കിലും അവർ ഹാജരായിരുന്നില്ല. തുടർന്നാണ് ഇവർക്ക് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. അധ്യാപകരായ ജിഷ്ണു, ഒപ്പം തന്നെ ഫഹദ് എന്നിവർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അധ്യാപകൻ ജിഷ്ണുവിനോട് 30-നും ഫഹദിനോട് 31-നും ഹാജരാവാനാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതും നിരസിക്കുകയാണെങ്കിൽ ഇരുവരെയും കസ്റ്റഡിയിൽ വെക്കാനുള്ള സാധ്യതയും ഏറെയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബിന് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. ഈ കൊടുവള്ളിയിലെ ഷുഹൈബിന്റെ വീട്ടിലടക്കം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു. ഷുഹൈബിന് വേണ്ടി ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇയാൾ വിദേശത്തേക്ക് കടന്നിട്ടില്ല എന്നൊരു സൂചന ലഭിക്കുന്നുണ്ട്. 31-ലാണ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതുവരെ ഒളിവിൽ തുടരാനാണ് ഷുഹൈബിന്റെ തീരുമാനം എന്നാണ് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതിനിടെയാണ് ഈ ഷുഹൈബിന്റെ സ്ഥാപനമായ MS സൊല്യൂഷൻസിലെ 2 അധ്യാപകരെ ചോദ്യം ചെയ്യാനായി വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം നോട്ടീസ് നൽകിയിരിക്കുന്നത്.